എല്ലാരും വെറുക്കുന്ന നീ എന്റെ കൂടെപ്പിറപ്പാണെന്ന് പറഞ്ഞാ പിന്നെ രമാദേവി എന്നെങ്കിലും എന്നെ മരുമകളായി അംഗീകരിക്കുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? പിന്നെ ജീവപര്യന്തം ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരാളുടെ മകളാണ് ഞാനെന്ന് ഞാൻ തുറന്ന് സമ്മതിച്ചാൽ പിന്നെ അർജുൻ സാർ പോലും എന്നെ ഇവിടെ വെച്ചേക്കുവോ? ഞാനിപ്പോഴും പഴയ ചിന്നു തന്നെയാ. നീ ഈ ചിന്നുവിന്റെ ചേച്ചിയാണെന്ന് ഞാൻ തുറന്നു പറയുന്നവരെ മാത്രമേ ഉള്ളൂ. നിനക്ക് ഈ രാജകീയ ജീവിതമൊക്കെ അത് തിരിച്ചറിഞ്ഞ് മാന്യമായി പെരുമാറിയാൻ നിനക്ക് കൊള്ളാം. ഇപ്പൊ എന്നോട് കാണിച്ച ഈ നെറുകേടിനും അഹങ്കാരത്തിനും നീ അനുഭവിക്കും. നിന്നെ ഞാൻ അനുഭവിപ്പിക്കും. അത് ബഹുമാനം കൊണ്ടാ. വേറൊരു ഡ്രൈവറായ ആള് ജീവിതത്തോട് പൊരുതി ലോ കോളേജിലെ അധ്യാപകനായി മാറിയില്ലേ? ആ ഒരു ബഹുമാനം കൊണ്ടാ മാഷെ. അതൊക്കെ പോട്ടെ, ഇങ്ങനെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കാൻ മാത്രം ചിന്നുവിനെ അലട്ടുന്ന പ്രശ്നം എന്താ? എനിക്ക് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അത് പറഞ്ഞു തീർക്കാൻ നിന്നാ അതിനൊരു രാത്രി മതിയാവില്ല. ചിന്നുവിന്റെ പ്രശ്നങ്ങൾ ജീവിതകാലം മുഴുവൻ കേൾക്കേണ്ടി വന്നാലും കേൾക്കാൻ ഞാൻ തയ്യാറാണല്ലോ. ഒരു ജീവിതകാലം എന്ന് പറയുമ്പോ അത് നീണ്ടൊരു കാലഘട്ടമല്ലേ? ചിന്നുവിന് വേണ്ടിയാകുമ്പോ എത്ര കാലം വേണമെങ്കിലും ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. നീ പറയുന്നത് കേൾക്കാനേ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം. എന്താ മാഷെ കയ്യില്? എന്താ? സർപ്രൈസ്. അയ്യോ, ഈ പുസ്തകം സംഘടിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു എന്നറിയോ? ഈ പുസ്തകം എടുക്കാനേ ചിന്നു ലൈബ്രറി മുഴുവൻ തിരക്കിയത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകം വാങ്ങിയത്. സന്തോഷായി. ഇനി എനിക്ക് ഉറക്കം വന്നില്ലെങ്കിലും സാരമില്ല, ഇത് വായിക്കാമല്ലോ. എനിക്ക് ഈ നാട്ടിലെ ഏറ്റവും നല്ല വക്കീലായി മാറണം. ഒരുപാട് പാവങ്ങളെ ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അതിനെല്ലാം നിന്നെ കൊണ്ട് സാധിക്കും ചിന്നു. നീ ആദ്യം ഈ പുസ്തകം ഒന്ന് തുറന്നു നോക്കി. With love, Mahi. മാഷത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? നീ അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ പഠിച്ചിട്ടല്ലേ ലോ പഠിക്കാനായിട്ട് ലോ കോളേജിൽ ചേർന്നത്? അത് വായിച്ചിട്ട് എന്തു മനസ്സിലായെന്ന് ചിന്നു തന്നെ പറ, കേക്കട്ടെ. വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ഞാൻ എന്നോടുള്ള പ്രേമമായിട്ട് കരുതിയേനെ. പക്ഷെ ഈ മാഷ് അങ്ങനെയൊന്നല്ലെന്ന് എനിക്കറിയാം. നിന്റെ ഈ നിൽപ്പ് കണ്ട കാമുകനെയും കാത്ത് അമ്പലനടയിൽ നിൽക്കുന്ന 80കളിലെ കാമുകയുടെ അതേ ലുക്ക്. പണ്ട് പാർവതി ശിവനെ പ്രത്യക്ഷപ്പെടുത്തി പ്രസാദിപ്പിക്കുവാനായി തപസ് ചെയ്തു അത്രേ. ഭക്തയെ കുറെ പരീക്ഷിച്ചതിനു ശേഷമാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് പാർവതിയെ ഭാര്യയായി സ്വീകരിച്ചു എന്നൊരു കഥയുണ്ട് ശിവപുരാണത്തില്. അവിടത്തെ പോലെ ഇവിടത്തെ ശിവനും ഓൾറെഡി ഒരു ഗംഗയുണ്ട്. അത് ശിവന്റെ വീട്ടിലെ വേലക്കാരിയായിരിക്കും. നീ വേണമെങ്കിൽ നോക്കിക്കോ, കാറിലായിരിക്കും നമ്മുടെ പരമശിവൻ വരാൻ പോകുന്നത്.
അദ്ദേഹത്തോടൊപ്പം ഫ്രണ്ട് സീറ്റിൽ തന്നെ ഗംഗയും ഉണ്ടായിരിക്കും. എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം മഹിക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. വേണമെങ്കിൽ നോക്കിക്കോ, ഇന്ന് മഹി വരുന്നത് ബൈക്കിലായിരിക്കും. ഓ, ഞാനിട്ടിരിക്കുന്ന ഡ്രസ്സില്ലേ, ഇതേ നിറമുള്ള ഡ്രസ്സായിരിക്കും മഹിയുടേതും. ഉവ്വേ. മഹിസാറിന്റെ കാറല്ലേ അത്? ഇറങ്ങി. ആഹാ, പരമശിവൻ മാത്രമല്ല, ഗംഗയും കൂടെ ഉണ്ടല്ലോ. ദക്ഷേ, നീ പറഞ്ഞത് എത്ര ശരിയാ. കാമുകനും കാമുകിയും അണിഞ്ഞിരിക്കുന്നത് ഒരേ നിറത്തിലുള്ള ഡ്രസ്സാ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഇല്ലെങ്കിൽ ഇന്നവള് കാമുകന്റെ വീട്ടിൽ കയറി ആ വേലക്കാരിയെ വെട്ടിക്കൊല്ലും.